ഹേ ജിമാൻസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മളിന്ന് പിന്നെയും കളിക്കാൻ പോകുന്നത് ബ്ലോക്സ് ഫ്രൂട്ടാണ്. സോറി, ഞാൻ കുറേ നാൾ ലേറ്റായി. സോറി, ഞാൻ പറഞ്ഞു. അത് കുറച്ച് പണികളുണ്ടായിരുന്നു. അതുകൊണ്ട് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കുക. പിന്നെ ഞാൻ മറന്നുപോയി അത് ഗൈസ്. അതുകൊണ്ടാണ് നമ്മളിന്ന് ബ്ലോക്സ് ഫ്രൂട്ട് കളിക്കാൻ പോവാണ്. ഞാൻ കുറേ ഗ്രൈൻഡൊക്കെ ചെയ്തു, എന്നാലും വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അപ്പർ സ്കൈലാൻഡ്സ് ആണ്. നമ്മൾ കുറച്ച് ഗ്രൈൻഡിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് പൈററ്റ്സ് ജോയിൻ ചെയ്യാം. ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ ശകലം സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് ഇഗ്നോർ ചെയ്യുക. ചെറുതായിട്ട് ഇവിടെ ഫാനിനൊരു പണിയിട്ടിരിക്കുകയാണ് ഗൈസ്, അതാണ് ഇത്ര സൗണ്ട്. അപ്പോൾ അത് എൻ്റെ ഓറയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഡാർക്ക് സ്റ്റെപ്സ് ഇപ്പോൾ പോയി വാങ്ങിച്ചു കുറച്ച് മുമ്പ്, കളിക്കുന്നതിനേക്കാളും മുമ്പ്. അതാണ് ഗൈസ് ഡാർക്ക് സ്റ്റെപ്പ് ഫസ്റ്റ് ബിൽഡ് ചെയ്യാൻ തോന്നുന്നത്. 2 ബിൽഡ് അൺലോക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ ഇത് മാക്സിമം ഡാർക്ക് സ്റ്റെപ്പ് അൺലോക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ സ്കൈ ബാൻഡൻസ് എടുക്കാം. നമ്മൾ ഇവിടെ നല്ല ഈ സ്റ്റെപ്പൊന്നും ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പർ സ്കൈലൻസ് ഒരു ക്വസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് താഴത്തോടെ അടിയാൽ കണ്ടോ, ഇവിടെ എത്തി. നമുക്ക് ചെസ്റ്റ് എടുക്കാം. എൻ്റെ ലൈറ്റ് ഫ്രൂട്ടാണുള്ളത്. സോറി. എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് വിളിച്ചിട്ട് കളിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിലൂടെ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനിയും എൻ്റെ സൗണ്ട് കുറയ്ക്കുവാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മളിപ്പം ഇനിയും കുറേ വീഡിയോസ് ഇടാവുന്നതായിരിക്കും. അപ്പം നമ്മൾ വീഡിയോസ് കാണാണ്ട് കാത്തിരിക്കുക. നമ്മൾ ആദ്യം ലൈറ്റ് ഫ്രൂട്ട് വെച്ച് കുറയ്ക്കണം ഇവരുടെ ഹെൽത്ത്. ഒരു സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ഫ്രൂട്ട് കളിക്കുന്നവരാണെങ്കിൽ ദയവായി നിങ്ങളുടെ പേരൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഗൈസ് നമ്മുടെ കുറച്ചുകൂടെ അടിക്കണം ഗൈസ്. റെഡ് ഹെൽത്ത് ആരെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യത്തുള്ളൂ ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഗൈസ്. നമ്മളിപ്പോൾ ഇതേ ഉള്ളൂ ഈ എബിലിറ്റി വെച്ചിടാം. അടുത്ത ആളുടെ അടിക്കാൻ വേണ്ടി നമുക്ക് ഇനിയും ബ്രേക്ക് ഡാൻസ് ഉപയോഗിച്ച് അവിടെ കുറച്ച് ഡാമേജ് കുറവ് ഗൈസ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ശകലം നേരം മുമ്പ് വാങ്ങിച്ചതേ ഉള്ളൂ വീഡിയോ ഇടാൻ കുറച്ച് മുമ്പ്. അതുകൊണ്ട് നിങ്ങളതൊക്കെ ഇഗ്നോർ ചെയ്യുക. ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കത്രയും ഞാൻ പറഞ്ഞ പോലെ ടൈം കിട്ടിയില്ല. അതാണ് മെല്ലെ നമ്മുടെ അപ്ഗ്രേഡായി. അയ്യോ ഗൈസ്, ഇവിടെ വേറെ ഗൈസ് ഇവിടെ ഒരാൾ വന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. അതിൽ അഡ്മിനായിരുന്നു പെട്ടെന്ന് തോന്നുന്നു. ഞാൻ താഴെ വീണു ഗൈസ്. കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ലൈറ്റ് ഫ്രൂട്ട് എല്ലാ എബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഫ്രൂട്ട് ഉപയോഗിച്ച് മേലോട്ടെത്താം. ഞാൻ അടിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് പോയിട്ട് നമ്മുടെ ബ്ലോക്ക് ഫ്രൂട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. നമ്മൾ അവരായിട്ട് ഫൈറ്റിന് പോകണ്ട ഗൈസ്. അത്യാവശ്യം അവൻ നമ്മൾ നേരത്തെ അടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ് എടുക്കാം ഗൈസ്. ഗൈസ്, നമ്മൾ ബ്ലോക്ക് ഫ്രൂട്ട് കളിക്കുമ്പോൾ എപ്പോഴും SP കോഡ്സ് വെച്ച് കളിക്കാൻ നോക്കുക ഗൈസ്, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഭയങ്കര പാടായിരിക്കും ഗൈസ് ബ്ലോക്ക് ഫ്രൂട്ട് കളിക്കുന്ന എല്ലാവരും. അപ്പോൾ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് 700 ലെവലാവണം. സെക്കൻഡ് സീയിലോട്ട് പോകണം ഗൈസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ സെക്കൻഡ് സീ ആണ്. ക്വസ്റ്റ് മാറിപ്പോയി. കുറച്ച് ലെവൽ നമുക്ക് അടുത്ത ക്വസ്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അയക്കുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത ക്വസ്റ്റ് 175 ലെവലിലാണ്, ഇപ്പം 174. അപ്പം പറയുന്ന വരുന്ന പോലെ ആരെങ്കിലും ബ്ലോക്ക് ഫ്രൂട്ട് ഗ്രൈൻഡിങ് ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. No lose from skill score 1 ഗൈസ്. നമ്മൾ പോയി ഗൈസ്, നമുക്ക് താഴത്തേക്ക് പോവാം ഗൈസ്. ഇവനുള്ളതുകൊണ്ട് എനിക്ക് ഹാക്കറാണോ ഒന്ന് ഗ്രൈൻഡിങ് പാടായിരിക്കും ഗൈസ്. ഇവിടെ സർഫർ ഹോപ്പ് ചെയ്യാൻ ഗൈസ്.
സർവറും എല്ലാം ജോയിൻ ആയാൽ മതിയായിരുന്നു ഗൈസ്. നമ്മൾ വേറെ സർവറിലോട്ട് പോയിട്ടുണ്ട്. ഓ ഗൈസ് ഒന്ന് ബഗ്ഗായി. യെസ് ഗൈസ്, നമുക്ക് ഈ സർവർ ഇനിയും കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. ബിക്കോസ് ഒരാൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇടയിൽ കയറി ചെന്നാൽ എന്നെ അങ്ങോട്ട് അടിക്കും. അതാണ് ഒക്കെയാണ് ഞങ്ങൾ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ 2 പേര് അടിച്ചടിച്ച് നിൽക്കാം. പക്ഷേ ടൈം കുറേ പോകും, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് ഒന്നുകൂടെ കളിക്കാം. അപ്പം നമ്മൾ ഈ മറ്റേ പൈററ്റ്സ് മെറൈൻ ഫോർട്ട് നമ്മൾ ഈ ഡാർക്ക് സ്റ്റെപ്സ് വാങ്ങിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മെറിൻ ഫോർട്ടിൽ നിന്നാണ് കഴിച്ചത് ഡാർക്ക് സ്റ്റെപ്സ് വാങ്ങിക്കുന്നത്. പിന്നെ ഓറോ ഉള്ളവരില്ല, ഓറോ മാക്സ് ചെയ്യാൻ വേണ്ടി മോസ്റ്റ്ലി ഉപയോഗിക്കാൻ കോമ്പാക്ട് സ്റ്റൈൽ ഉപയോഗിക്കണം. ഇപ്പം എൻ്റെ ഓറ നോക്കി ഞാൻ ഡാർക്ക് സ്റ്റെപ്സ് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓറ ഇടുവന്നേ നോക്കിയോണേ, കയ്യിലല്ല എൻ്റെ കാലിലാണ് ഓറ വരുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്ക് സ്റ്റെപ്സ് മാത്രം ഉപയോഗിച്ച് കുറേ ഡാമേജ് എന്ന് വെച്ചാൽ മാക്സിമം ഡാമേജ് കൊടുക്കണം എനിമിക്ക്. എത്ര ഡാമേജ് കൊടുക്കുന്നോ അത്രയും നമ്മുടെ ഓറയായി നമ്മൾ ഫുൾ ബോഡി ഇൻസ്റ്റൻറ്റ് വരും. പിന്നെ നമ്മുടെ അപ്പർ സ്കൈലാൻസിൽ നിന്നാണ് ഗൈസ് നമ്മൾ ഓറ ഇൻസ്റ്റൻറ്റ് വാങ്ങിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. നമുക്ക് ഇതാണ് എൻ്റെ ഷാർപ്പ് വേണ്ടത് ഗൈസ്. ഷാർപ്പ് ഉപയോഗിച്ച ഓറ ആവും, എന്നാലും ഡാർക്ക് സ്റ്റെപ്സ് ഉപയോഗിച്ച് ഇപ്പോൾ കൊല്ലം കാണാം ഗൈസ്. നല്ല എബിലിറ്റീസാണ് ഗൈസ്. എനിക്ക് ലെവൽ 80 ആക്കണം, എന്നാലും എനിക്ക് അടുത്ത എബിലിറ്റി വരത്തുള്ളൂ. പിന്നെ ഓവർ ഹീറ്റിങ് 150 ലെവലെങ്ങാണ്ട് ഗൈസ്. എനിക്ക് ഓവർ ഹീറ്റിങ് എടുക്കണമെന്നുണ്ട്, നല്ലതാണ് ഗൈസ്. നമുക്ക് നമ്മുടെ പിന്നെ ഞാൻ കൊന്നിട്ട് വരാം ഒരു ഫ്രണ്ട്. ഓക്കെ ഗൈസ്, 57 ലെവലായിരിക്കുന്നു. കുറേ ലെവലാണ് ഞാൻ പറയാം ഗൈസ്. പിന്നെ ഞാൻ മറ്റേ ബ്ലാക്ക് ടേപ്പ് വാങ്ങിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് സ്ഥലം എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പെട്ടിരിക്കുകയാണ്. എനിക്ക് അവിടേക്ക് പോകേണ്ട വഴി അറിയത്തില്ല ഗൈസ്. എന്നുവെച്ചാൽ വേണമെങ്കിൽ തപ്പി നോക്കാം. ഞാൻ പോകുന്ന വഴിക്കാണ് മെറിൻ ഫോർട്ട് ഉണ്ട്. പിന്നെ കോമ്പാക്ട് സ്റ്റൈൽ മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ ഡാർക്ക് സ്റ്റെപ്സ് അറിയാണ്ട് വാങ്ങിച്ചു പോയി. അതും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. 59 ഗൈസ്. ഇപ്പോൾ ഒരാളെയും കൂടെ ഇവനും കൂടെ അടിച്ചാൽ മതിയായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ കൊല്ലാം. അയ്യോ ഗ്ലിച്ചാവും ഗൈസ്. റെക്കോർഡിങ് ആയതുകൊണ്ടാണ് ഗൈസ് ഗ്ലിച്ചാവുന്നത് ഗൈസ്. ഇനി വേറെ വല്ല വീഡിയോസും വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇഞ്ചാരാശി 2 ആയി. ഞാൻ 1 ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷെ എന്നാ ചെയ്യാനാ. എനിക്ക് ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. ഇവനെ ഒന്ന് അല്ലേ ഗൈസ്. പിന്നെ കാർ എഡിറ്റിൻ്റെ വീഡിയോസൊക്കെ വേണ്ട സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് പിന്നെ കാണുന്നതാണ്. എന്നാൽ ശരി ഗൈസ്, നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.